പ്രിയപ്പെട്ടവരെ, മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കാണാം. ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വല്യപ്പച്ചനും അലീനയും തമ്മിലുള്ള സംഭാഷണത്തിലാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. വല്യപ്പച്ചൻ പറഞ്ഞു, ഞാനേ ലാലിച്ചനോട് പറയാം മദ്യപാനം കുറയ്ക്കണമെന്ന്. വേണ്ട, കൂടെ പോയിരുന്ന് കുടിച്ചോ, കമ്പനി കൊടുത്തോ. അയ്യോടി വേണമെന്നില്ലടി മോളെ, ഞാനേ ഇന്നേ ഒരു സ്മോളേ കഴിച്ചുള്ളൂ. അപ്പൊ അവൻ എന്നോട് ചോദിക്കുക നിന്നെ പേടിച്ചാണോ കഴിക്കാത്തതെന്ന്. ഞാനേ 2-3 കഴിക്കാറുള്ളതാ. അപ്പൊ എന്നെ പേടിച്ചിട്ടാണോ കഴിക്കാതിരുന്നത്? അതല്ല, എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് കഴിക്കാതിരുന്നത്. അപ്പൊ ലാലിച്ചിന് എന്നോട് സ്നേഹമില്ല അല്ലേ? ചേടാ, ഇതിപ്പോ പറഞ്ഞത് ബുദ്ധിമുട്ടായി. മോള് കിടന്നുറങ്ങിക്കോ, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വല്യപ്പച്ചൻ മുറിവിട്ട് പോകുന്നു. അടുത്ത സീൻ ബാലചന്ദ്രന്റെ വീട്ടിലാണ്. രോഹി ബബിതയെ തന്റെ റൂമിലേക്ക് വിളിക്കുന്നു. ബബിത മുറിയിലേക്ക് വരുമ്പോൾ രോഹി ബബിതയെ ഉപദേശിക്കുന്നു. നീ താഴെ വെച്ച് എന്താണ് സംസാരിച്ചത്? അമ്മ എന്തെങ്കിലും പറയുമ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത്? അച്ഛനെ എരികേറ്റ് വിട്ടത് എന്തിനാണ്? അമ്മയ്ക്കത് വിഷമമായില്ലേ? നീ ഇനി കുറച്ചൊക്കെ സൂക്ഷിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ബബിത എത്രയെന്ന് വെച്ചാണ് കേട്ടു നിൽക്കുന്നത്. ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ? ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് മുറിവിട്ട് പുറത്തേക്ക് പോകുന്നു. താഴെ വൈജയന്തി ബബിതയെ കാത്തു നിൽക്കുന്നു. പാതിരാത്രിക്കാണോ ആങ്ങളെയും പെങ്ങളും തമ്മിൽ സംസാരിക്കുന്നത്? നേരം വെളുത്തിട്ടായാലും സംസാരിക്കാമല്ലോ. ഞങ്ങൾ ആങ്ങളെയും പെങ്ങളും തമ്മിൽ സംസാരിച്ചിട്ട് എന്തു പറ്റി? അത് വേണ്ടെന്നാണ് പറഞ്ഞത്. ആങ്ങളെയാണെങ്കിലും പെങ്ങളാണെങ്കിലും പ്രായം തികഞ്ഞാൽ ഒരു അകലം പാലിക്കണം. ഞാനും രോഹിയേട്ടനും അകലം പാലിക്കുന്നുണ്ടോ അറിയാനാണോ അമ്മ ഇവിടുന്ന് വീട് വിട്ട് ഇറങ്ങിപ്പോയത്? പന്നത്തരം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ചെവി അടിച്ച് പൊട്ടിക്കും. ആദ്യം അമ്മ മനസ്സിൽ ദുഷിച്ച വിഴുപ്പുകെട്ടെടുത്ത് കളയും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നാറും. രോഹിയേട്ടനുമായിട്ട് സംസാരിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ് അല്ലേ? അമ്മ കൊല്ലപ്പള്ളിയിലെ സഹോദരന്മാരുമായിട്ട് എത്ര അകലം പാലിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെയും ഞാനത് പാലിക്കാം. പോടി എൻ്റെ മുന്നിൽ നിന്ന്. ഏതോ ആങ്ങളയുടെ കയ്യിൽ നിന്ന് എന്തോ പണി കിട്ടിയിട്ടുണ്ട്, അതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബബിത പോകുന്നു. എടി, നീ എന്താണ് പറഞ്ഞത്? അത് പറഞ്ഞപ്പോൾ കേൾക്കണമായിരുന്നു എന്ന് പറഞ്ഞ് ബബിത മുറിയിൽ കയറി പാതിലടയ്ക്കുന്നു. ബബിത അലീനയോട് ചോദിക്കുന്നു, ചേച്ചിയുടെ അവിടുത്തെ ജീവിതം എങ്ങനെയുണ്ട്? എല്ലാവരുമായിട്ട് സെറ്റായോ? അവിടുത്തെ ജോലി എങ്ങനെയുണ്ട്? അലീനയോട് ബബിത അമ്മയിൽ നിന്നുണ്ടായ മോശമായ പെരുമാറ്റത്തെക്കുറിച്ച് പറയുന്നു. രോഹിയെയും ബബിതയെയും തെറ്റായ രീതിയിൽ കണ്ടതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഒരു ബാഡ് എക്സ്പീരിയൻസ് കഴിഞ്ഞ് വന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടാൽ എന്തുമാത്രം ഫീൽ ചെയ്യുമെന്ന് പോലും അമ്മ ചിന്തിക്കുന്നില്ല. ഒരു കാര്യം പറയാൻ ചേച്ചി, എൻ്റെ ചെറുപ്പത്തിലേ തുടങ്ങി അമ്മ ഇങ്ങനെ തന്നെയാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് അമ്മയുടെ പണ്ട് മുതലേയുള്ള സ്വഭാവമാണ്. അച്ഛൻ ഒരുപാട് സഹിക്കുന്നുണ്ട്. അമ്മ അച്ഛനെ ഇങ്ങനെ ആക്കിയെടുത്തതാണ്. അപ്പോൾ അലീന പറയുന്നു, നീ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. അമ്മ എന്തെങ്കിലും വഴക്കിന് വന്നാൽ വിട്ടുകൊടുക്കണ്ട. പക്ഷെ നിങ്ങളായിട്ട് അങ്ങോട്ട് കയറി വഴക്കിനൊന്നും പോകരുത്. മോളുടെ കൂടെ ചേച്ചിയുണ്ട്, എന്ത് കാര്യത്തിനും വിളിച്ചാൽ മതി, ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. മോള് കിടന്നുറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് അലീന ബബിതയെ ആശ്വസിപ്പിക്കുന്നു. നാളത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.